അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത്. അള്ളാഹുവിൻ്റെ പ്രവാചകന് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലും എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ സാധാരണ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനെ പോലെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. അതുകൊണ്ട് നമുക്കിടയിലുള്ള അതായി മാറും. കാരണം രണ്ടു കൂട്ടരും ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് ചില പണ്ഡിതന്മാര് പറയാറുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് അത്. കാരണം നമ്മൾ ലോക ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ കുറിച്ച് എടുത്തു നോക്കുക. ഉദാഹരണത്തിന് മാവോ സേതുങ്, സ്റ്റാലിൻ, ലെനിൻ തുടങ്ങി റൊമാനിയയിലെ സിസസ്ക്യൂ മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ വരെ കമ്മ്യൂണിസ്റ്റുകളായ ആളുകളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. ഇസ്ലാമിലെ ഭരണാധികാരികളുടെ റോൾ മോഡലാക്കാവുന്ന ഭരണാധികാരികളും എടുത്തു നോക്കുക. ആരാ? ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല ഭരണാധികാരികളുടെ ഒരാള്. അതായത് അബൂബക്കർ സിദ്ദീഖ് മോശന്നല്ല പറഞ്ഞത് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം എന്താ പറഞ്ഞേ? എൻ്റെ നാട്ടിലെ ഒരു റോഡിലെ ഒരു കുഴി ഉണ്ടാവുകയും അതിനുശേഷം അതിലൂടെ പോകുന്ന ഒരു ഒട്ടകം വീണ് കാലൊടിയുകയും ചെയ്താൽ ഈ ഉമർ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും എന്ന് വിശ്വസിച്ച ഭരണാധികാരി. ഒരു യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോ ഒരു സ്ത്രീ വന്ന് പറയാണ്, ഉമറിന്റെ നാശം അയാൾ ഒരു കാലത്തും ഗതി പിടിക്കൂല. അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ 10 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലോ അബൂബക്കർ സിദ്ദീഖോ ആയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഗതി വരില്ലായിരുന്നു. അപ്പം ചോദിച്ചു, നിങ്ങളെ കുറിച്ച് ഈ രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ആളാണല്ലോ നിങ്ങള്, ഉദ്യോഗസ്ഥന്മാരല്ലേ പെൻഷൻ തരേണ്ടത്. ഉമർ അറിയാത്തത് കൊണ്ടാണെങ്കിലോ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെ എന്നെ പറ്റി ഒരാളെ പറ്റി അറിയാത്തവനെ നാട് ഭരിക്കാൻ കൊള്ളില്ല, അയാൾ ഇറങ്ങിപ്പോണം. ഞാനിത് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയിപ്പിക്കും ഉമറിനെ കൊണ്ട്. അപ്പം ചോദിച്ചു, നിങ്ങൾക്ക് ഉമറിന് പുറത്തു കൊടുത്തൂടെ? നിങ്ങൾക്ക് ആ 10 മാസത്തെ പെൻഷൻ ഞാൻ ഒന്നിച്ച് തരാം, നിങ്ങൾ പുറത്തു കൊടുക്കോ? നിങ്ങൾ എന്തിനാ എനിക്ക് പൈസ തരുന്നത്? ഉമറാ തരേണ്ടത്, ഓൻ ഭരണാധികാരിയല്ലേ എന്ന് പറഞ്ഞ് സ്ത്രീ ആക്രോശിച്ചു.
തന്റെ കയ്യിൽ നിന്ന് 10 മാസത്തെ പെൻഷന്റെ തുക ഒന്നിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉമറിന് പുറത്തു കൊടുത്തു എന്ന് ഈ പേപ്പറിൽ എഴുതി തരണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ പൈസ കിട്ടിയപ്പോ സന്തോഷായി. പെണ്ണുങ്ങള് പേപ്പറിൽ എഴുതി കൊടുത്തു, ഞാനിക്ക് ഉമറിനെ പറ്റി പരാതിയില്ലാന്ന്. എന്നിട്ട് ആ സ്ത്രീ ചോദിച്ചു, അല്ല, എവിടെയോ കിടക്കുന്ന ഉമറിന് വേണ്ടിയിട്ട് നിങ്ങളെന്തിനും ഇങ്ങനെ വക്കാലത്തെടുക്കുന്ന കയ്യിലത്തെ പൈസയും തന്നിട്ട്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉമർ. ഇങ്ങനെയുള്ള ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ഇസ്ലാമിന്റെ നേതാക്കന്മാരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവര് പ്രതിഷ്ഠിക്കുന്ന റോൾ മോഡലുകൾ ആരാ? ചെറുപ്പക്കാരെ ഹനമാക്കി മാറ്റുന്നത് ചെഗുവേരയാണ്. ആരാ ചെഗുവേര? കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് കാട്ടിനുള്ളിൽ പോയിട്ട് അഭയം തേടി കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും, മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തുള്ള മയക്കുമരുന്നല്ല കേട്ടോ, കഞ്ചാവിന് പൂർണ്ണമായും മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട് ഏകദേശം നിരവധിയായ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധവും കൊണ്ട് പ്രസിദ്ധനായ ഒരു മനുഷ്യൻ. അയാളാണ് ഞങ്ങളുടെ റോൾ മോഡൽ എന്നും പറഞ്ഞ് നമ്മുടെ മുസ്ലിങ്ങളുടെ മദ്രസയിൽ വരെ പഠിച്ചു പോയ ചെറുപ്പക്കാരായ കുട്ടികള് അവരുടെ തോളത്ത് ഡാറ്റു ഒട്ടിക്കുകയാണ് ഈ ചെഗുവേര എന്ന് പറയുന്ന ആളുടെ. വളരെ വ്യക്തമായി, ആരും അംഗീകരിച്ചാലും വേണ്ടിയില്ല, എതിർത്താലും വേണ്ടിയില്ല, കമന്റ് ഇട്ടാലും വേണ്ടിയില്ല. എനിക്ക് പ്രത്യേക പാർട്ടിയായിട്ടൊന്നും ബന്ധപ്പെടുത്തിയൊന്നും അല്ല മക്കളെ ഞാൻ പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ മുഴുവനായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. അതിൽ കമ്മ്യൂണിസ്റ്റുകാരായി പോകരുത്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവര്. ബുഖാറയിലും സമർക്കന്ദിലും റഷ്യയിലും ചൈനയിലും എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആധിപത്യം കിട്ടിയിട്ടുണ്ടോ അവര് അവിടങ്ങളിലെല്ലാം പള്ളികൾ കത്തിക്കുകയും ഖുർആൻ കത്തിക്കുകയും വലിയ നിരവധി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തവരാണ് അവര്. ഒരു സന്ധിയും അവരുമായി ഉണ്ടായിക്കൂടാ. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാര്. എന്നിട്ട് ചില ആളുകള്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക പശ്ചാത്തലത്തില് ചില പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മുസ്ലിങ്ങളിലെ കുറെ പേര് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറി. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളായ കുറെ മുസ്ലിം പേരുകാരായ MLA-മാരുണ്ടായി. എന്നിട്ട് അതിൽപ്പെട്ട ഒരുത്തൻ പറഞ്ഞത് എന്താണെന്നറിയോ? EMS-ഉം AKG-യും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. അങ്ങനെ വന്നാൽ ഞാൻ അവിടെ എന്ത് ചെയ്യൂ? ആ നരകത്തിന്റെ അടുത്ത് വേറെ സ്വർഗം ഉണ്ടാക്കും. ഞങ്ങൾ തൊഴിലാളി വർഗാണ്. ഫത്തുൽ മുഈനിലും ഇർഷാദുൽ ഇബാദിലും എന്തിന് നൂറുൽ അബ്സാറിൽ വരെ രിദ്ദത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ മുർത്തദ്ദാവുക എന്ന് പറയും. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ ആ സ്പോട്ടിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് സോഷ്യൽ മീഡിയ പറഞ്ഞാന്ന്, യൂട്യൂബ് പറഞ്ഞാന്ന്, വെറുതെ പറഞ്ഞാന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പോയാൽ എന്ത് ചെയ്തു? അതുവരെ അവൻ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും ബാത്തിലായി. പിന്നെ അവൻ ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്തു വന്ന് അതുവരെയുള്ള ഓരോ നിസ്കാരവും ബാക്കിയുള്ളൊക്കെ ഖളാ വീട്ടണം. കാരണം പൊളിഞ്ഞു പോയല്ലോ. ഇത്തരത്തിലുള്ള ഒരു വാക്കാണ് അള്ളാഹു എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അതിനെതിരെ പടപൊരുതും എന്നൊരാൾ പറഞ്ഞാലേ ഈ രിദ്ദത്തിന്റെ വാക്ക് തന്നെയാ. അത് പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ ഒക്കെ പോയിട്ട് ഉണ്ടാക്കിയെടുത്ത ധൈര്യം.
ഏത് ധൈര്യം? ഞാനിവിടെ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാല്, ഞാൻ മരിച്ചു പോയാല് എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഐതാമിച്ചിന വക്കുന്ന തുറാബും വൈതാമ ഐനാല മബൂസൂൻ, ഇവിടെ മരിക്കുന്നതോടുകൂടിയിട്ട് എൻ്റെ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് എന്നുള്ള ചിന്ത, അത് സാധാരണ എന്താ പറയാ, ഒരു ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഓ കമ്മ്യൂണിസ്റ്റിൽ കയറി കഴിയുന്നതോട് കൂടിയിട്ട് ആ ചിന്ത അപ്രസക്തമായി. പിന്നെ ഓൻ എന്ത് ചെയ്യാ, പെണ്ണിനെ കെട്ടണമെങ്കിൽ, അല്ല ഒരു പെണ്ണിനെ വ്യഭിചരിക്കണമെങ്കിൽ കൂടെ കൂട്ടിയിട്ട് കിടന്നാൽ മതി, അല്ലാതെ വിവാഹം കഴിക്കണ്ട. സാധാരണ നമുക്കൊരു പെണ്ണിന്റെ കൂടുതൽ താമസിക്കണം, എന്ത് ചെയ്യണം, അത് ഹലാലായി നിയമപരമായിട്ട് മാറണമെങ്കിൽ അതിന് വിവാഹം കഴിക്കണം. ഇവനിക്ക് ഒന്നും വേണ്ട, ഓനിക്ക് കള്ളു പിടിക്കുക, ഓന് പെണ്ണ് പിടിക്കുക, എല്ലാത്തിനും ലൈസൻസായി കമ്മ്യൂണിസത്തിൽ കൂടുന്നതോട് കൂടിയിട്ട്. കാരണം എന്താ, വേറൊന്നും പേടിക്കാനില്ല. ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും നോക്കിയാൽ രിദ്ദത്ത് അല്ലെങ്കിൽ മുർത്തദ്ദാവുക എന്നത് ഒരു പ്രശ്നമേ അല്ല. ദീനിന്റെ കാര്യത്തിൽ വരെ പണ്ഡിതന്മാര് പറയേണ്ട അഭിപ്രായത്തിന് പകരം കയറി പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവേഷത്തെ പറ്റി സംസാരിക്കുമ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാന്ന്, ആ ബോഡി വേസ്റ്റിനെ പറ്റി പറഞ്ഞ് സമയം കളയരുതെന്ന്. ഇതിനാരാ വളം വെച്ചു കൊടുത്ത് ഉണ്ടാക്കി കൊടുത്തത്? ഈ മുസ്ലിം വേഷധാരികൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായി കമ്മ്യൂണിസത്തിന് വേണ്ടി തൊഴിലെടുക്കുന്നവരാണ്. എവിടെയും നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സമയത്ത് നമ്മുടെ രക്ഷകരായി ഒരു കാലത്ത് വേഷം കെട്ടുകയും പിന്നീട് ഈ അപരവൽക്കരണത്തിന് സംഘികളെന്ന് നമ്മൾ പറയുന്നവർക്ക് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവരായി, മമ്പുറം തങ്ങൾ പാടിയതുപോലെ ദജ്ജാലിന്റെ അനുയായികളായി മാറിയേ ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം നിലകൊള്ളുന്ന മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവർക്കിടയിൽ വർഷിക്കട്ടെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം മമ്പുറം തങ്ങളാ പറഞ്ഞത്. ദജ്ജാലിന്റെ ആളുകളാണ് അവര്. സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. നമ്മുടെ ഈമാൻ നമ്മുടെ സ്വന്തമാണ്, അത് നിലനിർത്തേണ്ടത്, ആ ഈമാനോടെ മരിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, മഹാന്മാരുടെ സാമീപ്യം, പ്രമുഖരായ ഉസ്താദുമാരുടെ ആ മതപ്രഭാഷണങ്ങൾ മുതലായവ കേൾക്കാറുണ്ട്. എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വസ്തു, വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി, വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ ത്വൽസമാത്ത് രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വളരെ ഫലപ്രദവും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇൻഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ
വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.